എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ചില ഉദ്ഘാടനങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ചിലർ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യും, തേങ്ങ പൊട്ടിക്കും, ചിലർ പ്രാവിനെ പറത്തിവിടും. പിന്നെ സംഭവം സ്വന്തം വഴിക്കങ്ങ് പോകും. അങ്ങനെ ഏറെ കൊട്ടിഘോഷിച്ച് സർവീസ് തുടങ്ങിയ KSRTCയുടെ പ്രിയദർശിനി ബസ്സും ഇന്ന് സ്വന്തം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കേരള മുഖ്യമന്ത്രി VD സതീശനാണ്. കൊല്ലത്ത് രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണയാണ് ബസ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവരും കരുതി ഇനി കേരളത്തിൻ്റെ റോഡുകളിൽ പുതിയൊരു വിപ്ലവം തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ കൊല്ലത്ത് ബസ് ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് വിശ്രമിക്കട്ടെ. കുണ്ടറയിൽ നിന്ന് കായംകുളത്തേക്ക് പുറപ്പെട്ട ബസ് കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോഴേക്കും കട്ടപ്പുറത്തായി. യാത്രക്കാർ ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. ബസ് മറുപടി പറഞ്ഞില്ല. പക്ഷെ ജീവനക്കാർ പറഞ്ഞു എയർ ലീക്കാണ്. അപ്പോൾ ചിലർക്ക് സംശയം, ഉദ്ഘാടനത്തിലെ ബലൂണുകളിലൊക്കെ കാറ്റ് പോയതാണോ? എന്തായാലും തേഞ്ഞ് 25ഓളം യാത്രക്കാരാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. ഒടുവിൽ അവർ പിന്നിൽ വന്ന മറ്റൊരു ബസ്സിൽ കയറി യാത്ര തുടർന്നു. അങ്ങനെ പുതിയ ബസ്സിന്റെ ആദ്യ സർവീസ് ഒരു ട്രയൽ ഷോ ആയി മാറി. ഇതിനിടയിൽ ഉദ്ഘാടന ചടങ്ങിൽ മറ്റൊരു ട്വിസ്റ്റ് നടന്നു കേട്ടോ. കോൺഗ്രസ് പ്രവർത്തകർ വിതരണം ചെയ്ത ചൂടൻ പായസം അബദ്ധത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് വീണു. ഭാഗ്യത്തിനൊപ്പം ഉണ്ടായിരുന്നവർ പെട്ടെന്ന് തുടച്ചു നീക്കിയതിനാൽ പൊള്ളലൊന്നും ഏറ്റില്ല, രക്ഷപ്പെട്ടു. അങ്ങനെ ഉദ്ഘാടന ദിവസം തന്നെ ഒരു വശത്ത് ബസ്സിന് എയർ ലീക്ക്, മറ്റൊരു വശത്ത് മന്ത്രിക്ക് പായസം ലീക്ക്. നമ്മുടെ തൃശ്ശൂരും ചെറിയൊരു ടെസ്റ്റ് നടന്നു. ടെസ്റ്റല്ല, ഒരു ദുരനുഭവം എന്ന് തന്നെ പറയാം. തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയ ഓർഡിനറി ബസ്സിലാണ് ഈ സംഭവം കേട്ടോ. പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ ബസ്സിൽ കയറിയ സ്ത്രീകളിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കി. ഇന്ന് രാവിലെ 9 മണിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പദ്ധതി തൃശ്ശൂരിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. എന്നാൽ 9:35 ബസ്സിൽ കയറിയ കൊരട്ടി സ്വദേശികളായ വിദ്യാർത്ഥിനികളിൽ നിന്നാണ് കണ്ടക്ടർ പണം ഈടാക്കിയത്. വിദ്യാർത്ഥിനികൾ സൗജന്യ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറയുക സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന്. ചേടാ, പിന്നെ എന്തിനാണ് ഇത്ര കൊട്ടിഘോഷിച്ച് ഈ ഉദ്ഘാടനമൊക്കെ ചെയ്ത്? എൻ്റെ ദൈവമേ, ഒന്നും അറിഞ്ഞൂടാ. കേരള രാഷ്ട്രീയത്തിലും KSRTCയിലും ഒരു കാര്യം ഉറപ്പാണ്, ഉദ്ഘാടനം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ ജ്യോത്സ്യന്മാർക്ക് പോലും കഴിയില്ല. പ്രിയദർശിനി ബസിന്റെ ആദ്യ ദിനം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.